ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ് എന്ന് നോക്കാം. ഓക്കെ, ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ഹീറോഫിനിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗുരുവിനെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ടായിരിക്കാം, നിങ്ങളുടെ ജാതിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് ബിലീഫ്സ് ഏതാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളോ പള്ളികളോ മോസ്കോ എവിടെയാണോ നിങ്ങളുടെ എന്താണോ ആരാധനാലയം അവിടെ സന്ദർശിക്കുന്നതായിരിക്കാം. അവിടുത്തെ പ്രീസ്റ്റ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പൂജാരി ആയാലും പാഴ്സണായാലും അവിടുത്തെ ആരാണോ അവിടുത്തെ ആരാധന നടത്തുന്ന ആൾ, അയാളുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തുകയോ ചെയ്യുന്നതാവാം. അവർ നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജിയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി, ഹീറോഫിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഹീറോഫിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഗൈഡൻസ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ കുറേയധികം ആളുകൾ ഒരു ഗൈഡൻസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേലധ്യക്ഷന്മാരെ മീറ്റ് ചെയ്യാൻ പോകുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പണം കയ്യിലുള്ള ആളുകൾ, എല്ലാവരും അല്ല, കയ്യിൽ പണമുള്ള ആളുകൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലേക്ക് പണം നിങ്ങൾ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ചിലപ്പം FD ഇടുന്നതാകാം, ചിട്ടി കൂടുന്നതാകാം. അതൊക്കെ ട്രഡീഷണൽ മോഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് മണിയാണ്. അല്ലാതെ ട്രേഡിങ്, മ്യൂച്വൽ ഫണ്ട് അങ്ങനെയൊന്നും അല്ല, SIPs അങ്ങനെയൊന്നും അല്ല നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന. ട്രഡീഷണൽ വേയിൽ നിങ്ങൾ എവിടെയോ പണം ഇന്ന ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അലോപ്പതി ആണ് എങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് പോകും. വൈദ്യരുടെ അടുത്തേക്കാകാം, ആയുർവേദത്തിലേക്കാകാം, പിന്നെ നാച്ചുറോപ്പതി ആകാം. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയിലേക്ക് ചിലപ്പോൾ നിങ്ങളിന്ന് മാറി ചിന്തിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ പേടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, സമൂഹം അറിഞ്ഞാൽ എന്താകും എന്ന് പേടിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രശ്നം എന്നതിനേക്കാൾ നിങ്ങളതിലൊരു ഭയം ഇന്നേ ദിവസം ഉണ്ട്. അപ്പം ചിലപ്പം ഒരു പെറ്റി അടിക്കുന്നതാകാനും മതി കേട്ടോ. ചിലപ്പോൾ ഒരു പെറ്റി അടിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ നിയമത്തെ പേടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെറുതെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതോ ഒരു പേടി വരുന്നതോ ആകാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. ഹീറോഫിൻ്റെ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഡെവിൾ കാർഡാണ്. ഡെവിൾ കാർഡ് ഇന്നലെ ഡെത്ത് കാർഡായിരുന്നു, ഇന്ന് ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെവിൾ കാർഡ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട്, ഒരു നെഗറ്റീവ് ചിന്ത ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ പിടികൂടിയിട്ടുണ്ടാവും. ഒരു ഭയം, നിങ്ങളിലേക്ക് ഭയം വരുന്നുണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മറ്റാരോ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ ഡെവിൾ കാർഡ് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി നോക്കിയേക്കാം എന്തുകൊണ്ടാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത്. ഇത് ഹീറോഫിൻ്റും ഡെവിൾ കാർഡും വന്നിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവിടെ ഒരു പ്രശ്നത്തിൻ്റെ സാധ്യത കാണുന്നുണ്ട്. ഹീറോഫിൻ്റും ഡെവിൾ കാർഡ് ഒരുമിച്ച് വന്നിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇന്ന് എമർജ് ആകാൻ സാധ്യതയുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് നേരെ മുന്നിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് കപ്സും
നൈറ്റ് ഓഫ് വാൺസും ആണ്. അപ്പോൾ അത് തന്നെയാണ് 2 ഓഫ് പെൻറ്റക്കിളാണ് ബോട്ടം വരുന്നത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഉള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നിൽക്കേണ്ട ദിവസമാണെന്ന് കാണുന്നുണ്ട്. അവിടെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോയേക്കരുത്. ഇന്ന് അവിടെ ഇച്ചിരി പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വളരെ കോൺഷ്യസ് ആയിരിക്കേണ്ട ആളുകളാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഡബിൾ കാർഡ് പറയുന്നത്. ഇവിടെ നല്ലെങ്കിലും കുറച്ച് ശ്രദ്ധിക്കേണ്ട ദിവസമുണ്ട് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചില കാര്യങ്ങളോട് അഡിക്ഷനും ഒബ്സഷനും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ ചിലപ്പോൾ ഈ ഹീറോഫൻ്റ് നിയമത്തിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട്. അതായത് ചില കാര്യങ്ങളോട് അഡിക്ഷൻ തോന്നിയിട്ട് നിങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അടുത്തത് മജീഷ്യൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളിന്ന് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സമ്മാനിതരാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിട്ടി അടിക്കാൻ, ലോട്ടറി അടിക്കാൻ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നിങ്ങളിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ അതിലൊരു മത്സരത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം അവതരിപ്പിച്ച് വിജയിപ്പിക്കാനോ അതിൽ ഒരു പേര് കിട്ടാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് മജീഷ്യൻ്റെ കാർഡ് എന്ന് പറയുന്നത്. പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേൾക്കുന്ന എല്ലാ വാക്കുകളും വിശ്വസിക്കേണ്ടതില്ല. നിങ്ങളും ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പോവരുത്. പിന്നെ മാനിഫെസ്റ്റേഷൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് സാധിച്ചു വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സൺ കാർഡാണ്. അപ്പോൾ സൺ കാർഡ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടും നിഷ്ഠയോടും കൂടി ഇരുന്ന ഒരു കാര്യം, അവസാനിച്ചു പോയിട്ടുള്ള ഒരു കാര്യം, അവിടെ ഒരു റീബർത്ത് ഉണ്ടാകുന്നു, ഒരു പുനർജന്മം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉണർവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സൺ കാർഡ് പറയുന്നത്. വളരെ നിഷ്കളങ്കമായ ഒരു പുതിയ തുടക്കം എന്നാണ്. അതായത് കുട്ടികൾ എത്ര നിഷ്കളങ്കമായിട്ടാണോ ഒരു കാര്യത്തെ നോക്കിക്കാണുകയും അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഏറ്റവും മനോഹരമായിട്ട് അത് ആസ്വദിക്കുകയും പോസിറ്റീവായിട്ടിരിക്കുകയും ചെയ്യുന്നത് അത്രത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണെന്നും അത്ര നല്ല വൈബിലായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളതെന്നും വളരെ സന്തോഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കലുഷിതമായ മാനസിക നിലയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്കൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്നുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഡാർക്ക് അടിച്ചിരുന്ന ആളുകളായിരിക്കും. രാത്രികളിൽ ഉറങ്ങാനേ പറ്റാതെ കടുത്ത ഡിപ്രഷനിലിരിക്കുന്ന ആളുകളായിരുന്നിരിക്കാം. അപ്പോൾ കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് വേദനിച്ച് വിഷമിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു പുതിയ ഉണർവുണ്ട്. കുറച്ച് സന്തോഷത്തോടു കൂടി എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ കുറച്ചൊക്കെ വേദനയിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വേദനയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചിരിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾക്ക് ചിരിക്കാനേ പറ്റിയിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പോസിറ്റിവിറ്റി ഉള്ളൊരു ദിവസമായിട്ട് കാണുന്നുള്ളതാണ് സൺ കാർഡ് പറയുന്നത്. വളരെ പ്ലസൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നും. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് തന്നെ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ വളരെ പോസിറ്റീവായിരിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങളിന്ന് കൊടുക്കാൻ സാധ്യതയില്ല. അത് അറിവായാലും പണമായാലും എന്തായാലും നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിടാൻ താല്പര്യപ്പെടാത്ത ദിവസമാണ്. ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസമാണ്. പണത്തിനിന്ന് ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പണം മറ്റുള്ളവരോട് ചോദിച്ചാൽ അത് കിട്ടാൻ ചിലപ്പോൾ സാധ്യത കുറവാണ്. അങ്ങനെയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പണം സേവ് ചെയ്യാൻ പഠിക്കണം. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിളിൻ്റെ കാർഡിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ പിശുക്ക് കാണിച്ചിട്ട്, അത് മൈസർ എന്നാണ് ഈ കാർഡിൻ്റെ പേര് തന്നെ. അപ്പം നിങ്ങൾ പിശുക്കും, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പിശുക്കിയിട്ട് വലിയ കാര്യങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വരുത്തുന്ന ആൾക്കാരായിട്ടാണ് ഈ മൈസറിനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ സാധ്യതയുണ്ട്. വലിയ ഒരു അത്യാവശ്യം നല്ലൊരു തുക എവിടെയെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വിനിയോഗിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്ന് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് കപ്സ് പറയുന്നത്.
ഫാമിലി റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇന്ന് പറ്റും. നിങ്ങൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചധികം സമയം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം പുറത്തു പോവുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിച്ച് സന്തോഷിക്കുകയോ ചെയ്യുന്നതാകാം. ഇനി ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെയും ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ റീയൂണിയൻ്റെയൊക്കെ ഒരു കാർഡ് കാണുന്നുണ്ട്. പിന്നെ ഇത് ഫാമിലിയോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ആഘോഷവേളയിൽ പങ്കെടുക്കുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ ഈ ഹീറോഫൻറ്റിൻ്റെ കാർഡിനകത്തും ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സൺ കാർഡിനകത്തും അതാണ് ഒരു ഗ്യാതറിങ്, അവിടെ വളരെ പ്ലസൻ്റ് ആയിട്ട് നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നതൊക്കെ ആകാനും സാധ്യതയുണ്ട് സൺ കാർഡ്. 10 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ഫാമിലി ഇപ്പം ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. വിദേശത്തോ മറ്റെവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിന്ന് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, കുറച്ച് സമയമല്ല കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ ഹാപ്പി ആയിട്ടിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് ആണ്. ഇത് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം സക്സസ്ഫുൾ ആകുമെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തോ ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് വേദനിച്ച് വിഷമിച്ച് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യം, അതായത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആ സക്സസ് നിങ്ങളിലേക്ക് വരും. വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുമെന്നാണ് കാണുന്നത്. അതാണ് 9 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് 3 ഓഫ് വാൺസ് ആണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ ഇന്നേ ദിവസം ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കും. മെഡിക്കലായിരിക്കാം, അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി റീ എൻട്രി അടിച്ച് കിട്ടാനായിരിക്കും. അങ്ങനെ എന്ത് പ്രോസസ്സാണോ നിങ്ങൾ സ്റ്റക്കാക്കി വെച്ചേക്കുന്നത് അതിൽ എന്നൊരു പ്രോഗ്രസ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നേ ദിവസം അതിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിദേശത്തേക്ക് ഇന്നേ ദിവസം പോകുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ല ഇനി വിദേശത്തേക്ക് ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചും ഇന്ന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് അങ്ങോട്ടുള്ള എൻട്രി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ജോബ് ഓഫർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ഇത് തന്നെയാണ്. നിങ്ങൾക്കും ഒരു റീ എൻട്രി അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള സ്കോളർഷിപ്പോട് കൂടിയുള്ള എന്തെങ്കിലും ഒരു ഓഫർ കിട്ടാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് 3 ഓഫ് വാൺസ് പറയുന്നത്. ഇനി കുറച്ച് ആളുകൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മിസ്സായി പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു അറിവുണ്ടാവില്ല. ആ ആളുകളെ തേടി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആ ആളുകളെക്കുറിച്ച് അന്വേഷിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ അവർ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നുണ്ട്. കുറേ ആളുകൾ ഒരു പദ്ധതി മനസ്സിൽ വിഭാവനം ചെയ്തിട്ട് അത് പ്ലാനിങ് നടത്തി പ്രിപ്പറേഷൻസ് നടത്തി അതിലേക്ക് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതായത് ഒരു സംരംഭമൊക്കെ തുടങ്ങി നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു പ്രോഗ്രഷൻ്റെ ദിവസമാണ്. നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അതാണ് 3 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് കോംപ്രമൈസ് ആണ്. ടെമ്പറൻസിൻ്റെ കാർഡാണ്. ഒരു ബാലൻസ് ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ ബാലൻസ് വരുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലൈസേഷനുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തോന്നും. നിങ്ങളുടെ ശാരീരികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് തോന്നും. നിങ്ങൾക്ക് തന്നെ ഇപ്പം ഡോക്ടർമാരൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂ, ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾക്ക് ഇന്ന് സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളതൊന്ന് ശ്രമിച്ചൊക്കെ നോക്കണം. നിങ്ങൾക്കത് ഇന്നേ ദിവസം ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത്. ഒരു ബാലൻസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും ഏകോപിപ്പിക്കാൻ പറ്റുമെന്നാണ് ടെമ്പറൻസ് പറയുന്നത്. അതുപോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ കാര്യം പറഞ്ഞില്ലേ, ആ ആളുകൾക്കും ഇന്ന് ഒരു കോംപ്രമൈസ്, അത് രാവിലെ നിങ്ങൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുവാണെങ്കിൽ ഒരു വൈകുന്നേരത്തോടു കൂടി ആ പൈസക്കുള്ളൊരു സൊല്യൂഷനും കൂടെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇനി വഴക്കുണ്ടാക്കി പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് വരാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇന്ന് നീതി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. ഒരു ജസ്റ്റിസിൻ്റെ കാർഡാണ്. അപ്പോൾ കോടതി വിധിയുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ജസ്റ്റിസ് കാർഡ്. നിങ്ങൾക്ക് നീതി നടപ്പിലാകും, നിങ്ങൾക്ക് നീതി സെർവ് ചെയ്യപ്പെടും എന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിങ്. ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് വാൺസ് ആണ്. റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ സ്റ്റാർ കാർഡും അതുപോലെ ഏസ് ഓഫ് പെൻറ്റക്കിൾസും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ധാരാളമായിട്ട് പണം വരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ സക്സസ് ആൻഡ് വിക്ടറിയാണ്. അതുപോലെ പബ്ലിക് റെക്കഗ്നിഷൻ. നിങ്ങൾക്കിന്ന് വളരെയധികം
ഒരു മറ്റുള്ളവരാൽ നിങ്ങൾ ആദരിക്കപ്പെടുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഓൾറെഡി പറഞ്ഞല്ലോ. ഘോഷയാത്രകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ നിങ്ങളിന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. സക്സസ് ഉണ്ടാവാൻ സാധ്യത, വിക്ടറി അതൊക്കെ ഉണ്ട്. പിന്നെ പണം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമായിട്ടിരിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് ലെറ്റ് ഗോ. നിങ്ങൾ കുറേ കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടും. കുറേ കാര്യങ്ങളെ, നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഈ 4 ഓഫ് പെൻറ്റക്കിളിനകത്ത് നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. കുറച്ച് ഓർമ്മകളായിരിക്കും, ചില ആളുകളെ ആയിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ല ശരിക്കും, അവരെ വിട്ടുകളയാനാണ്. കുറേ ആളുകളെ ആയിരിക്കും, ഓർമ്മകളായിരിക്കും. അതിനെ വിട്ടുകളയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും. അതാണ് പറയുന്നത്, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുക. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടുക. ചിലപ്പോൾ ഇന്ന ദിവസം മറ്റുള്ളവരായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുവാണ് യൂണിവേഴ്സ്. നിങ്ങൾ തീരുമാനിക്കാനാണ് പറയുന്നത്. പിന്നെ ഒരു നോ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ തീരുമാനം നോയാണ്. പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ തീരുമാനം എടുക്കുക. വേണ്ടാത്ത കാര്യങ്ങളെ വിട്ട് കളയുക. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട. അതിൽ നിന്ന് മാറി ചിന്തിക്കാനൊക്കെയാണ് യൂണിവേഴ്സ് ഇന്ന് നമുക്ക് തരുന്ന നിർദ്ദേശം ഏഞ്ചൽസിലൂടെ. അപ്പോൾ എന്തെങ്കിലും ഇതിന് വിപരീതമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിനോട് ഗൈഡൻസ് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസാണ് കിട്ടുന്നത്? ലവേഴ്സിന് എന്ത് ഗൈഡൻസാണ് കിട്ടുന്നത്? ഓൾറെഡി നമ്മൾ മജീഷ്യൻ്റെ കാർഡ് വന്നപ്പോൾ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് കിട്ടും എന്ന് പറഞ്ഞു. സൺ കാർഡും അത് തന്നെയാണ്. നിങ്ങൾ നന്നായി ഹീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുന്നത്. ഫസ്റ്റ് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, അഫർമേഷൻസ് പറയണം. അതുപോലെ അവരുമായിട്ടുള്ള റീയൂണിയൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങളിൽ നിന്ന് അവർ പോകത്തില്ല. അവർ നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത്. ഈ സെയിം കാർഡ് നമ്മൾ എത്ര ദിവസമായല്ലേ. നെക്സ്റ്റ് ട്രസ്റ്റ്. ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കൂ, സറണ്ടർ ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. മേക്ക് ദ എഫേർട്ട്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടേണ്ടടുത്ത് നിങ്ങൾ എഫേർട്ട് ഇടുക തന്നെ വേണം. വെറുതെ ഇരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. മാനിഫെസ്റ്റ് ചെയ്തിട്ട് ചുമ്മാ കുത്തിയിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. അപ്പോൾ നിങ്ങളോട് വളരെ സുരക്ഷിതമായിട്ട് സ്നേഹിച്ചു കൊള്ളാനാണ് പറയുന്നത് കേട്ടോ. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. വീണ്ടും സോൾമേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആരൊക്കെയാണോ ഒരു റീയൂണിയന് വേണ്ടി കാത്തിരിക്കുന്നത് അത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങൾ ട്രസ്റ്റ് വെക്കുക. അവരെ വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലവേഴ്സിനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ ഈ ഗൈഡൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഇപ്പോൾ കമൻറ്റ് തീരെ കുറവാണ്, 25 കമൻറ്റ്സ് ഒക്കെ വരുന്നുള്ളൂ. ആരും വീഡിയോ കാണുന്നില്ലെന്ന് തോന്നുന്നല്ലേ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.